സാർ നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോൾ അല്പസമയം മുമ്പ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് തുടർന്നതെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് നോട്ടിലോട്ട് മാർക്കറ്റിൽ മാറിയിട്ടുണ്ട്. 50 പോയിൻ്റ് അടുത്തിടിവാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നത്. നിലവിൽ 25,549 എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ നിഫ്റ്റി 50 എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു 25,500 ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് വളരെ വോളട്ടൈൽ ആയിട്ടുള്ള സെക്ഷനാണ്. 2 പ്രാവശ്യം വളരെ സിങ് ആയിട്ട് മൂവ്മെന്റ് ചെയ്തു ഈ ചെറിയ സ്പാൻ ഓഫ് ടൈമില്. അപ്പൊ ഇത് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു കൺസോളിഡേറ്റഡ് മൂവിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം വോളട്ടാലിറ്റി കൂടുമ്പോഴാണല്ലോ കൺസോളിഡേഷനിലേക്ക് അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ക്ലോസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ഒരു 25,500 എബോ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ക്ലോസിംഗ് കിട്ടുക എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വലുതായിട്ട് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, ബട്ട് അവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ആ മൂവ്മെന്റ്സ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത ഡിഫൻസീവ് സെക്ടേഴ്സിലെല്ലാം തന്നെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡേ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 25,500 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ അവിടെ നിന്നൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ അടുത്തൊരു 25,800 പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ, ആ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ടെക്നിക്കൽ വ്യൂവിൽ. സർ, ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇന്ന് കാണുന്നത് 213 പോയിന്റിന്റെ ഇടിവാണ്. കൃത്യം പറഞ്ഞാൽ 0.37% ഇടിവിൽ 57,613 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് PSU ബാങ്കിന്റെ പെർഫോമൻസ് ഉണ്ട്. PSU ബാങ്കിന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. റിസൾട്ടുകളൊക്കെ ഏകദേശം നല്ല റിസൾട്ടുകളൊക്കെയാണ് വന്നിരുന്നത്. ബട്ട് ഈവൻ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു അത് അത്രത്തോളം വളരെ ക്രൂഷ്യൽ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. 57,000 വരികയാണെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴേക്കും അവിടെ ബൈ വരുന്നതാണ് നമ്മൾ ഇപ്പൊ ഇതുവരെയ്ക്കും കണ്ടിരുന്നത്. ഇപ്പൊ റിസൾട്ടൊക്കെ ഔട്ട് ആയതിനു ശേഷം ഒരു ന്യൂസും കാര്യങ്ങളും എക്സ്പെക്റ്റഡ് ആയിരുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഫസ്റ്റ് ലെവൽ ഓഫ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 57,000 ആണ്. ഇവൻ അവിടെ നിന്നില്ല എങ്കിൽ മാത്രമാണ് കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ അവിടെ ഒരു 56,400 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ 2 ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസിൽ ഒന്ന് വാച്ച് ചെയ്യുക. തന്നെ അത് മൂവ് ചെയ്യും. ബാക്കിയുള്ള ഡിഫൻസീവ് സെക്ടർ ആയിരിക്കും നിഫ്റ്റിയെ താങ്ങി നിർത്തുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, ഈ സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നിഫ്റ്റി 50 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ പെയിൻ്റ് ആണ്. അതായത് പുതിയ CEO നിയമിതനായ വാർത്തകളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ ഏകദേശം 5.5% നേട്ടമുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഓഹരിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഡിസ്കസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം കൺസോളിഡേഷൻ വളരെയധികം കൺസോളിഡേറ്റ് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് കൺസോളിഡേഷൻ മോഡലായിരുന്നു. ഒരു 2,500 ആൻഡ് 2,200 അവിടെ 300 പോയിന്റ്സിന്റെ ഒരു കൺസോളിഡേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊരു റേഞ്ച് ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് പോസിറ്റീവായിട്ട് തന്നെ കാണണം. അത് വോളിയം എന്ന് പറയുന്നത് നല്ലൊരു വോളിയം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോളിയത്തിന്റെ പിക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നത് 2,800 ലെവലിലൊക്കെ ഈ ഒരു മൂവ്മെന്റ്സ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കൺസോളിഡേറ്ററിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടു ലോങ് ടൈമിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാവും. ബട്ട് ഇമ്മീഡിയറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഭേദിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് സ്പീഡി മൂവ്മെന്റ്സ് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെ ഒരു ഗ്യാപ് ഫോം ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 2,800 നമുക്ക് ഇമ്മീഡിയറ്റ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് മൂവ്മെന്റ്സിന്റെ സാധ്യതയുണ്ട്. അത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നമുക്കൊരു പറയുകയാണെങ്കിൽ ലോങ് ടേമിൽ ഇറ്റ് ഈസ് ഒരു ഗുഡ് പെർഫോമൻസ് വരാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. സാർ, ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും നേട്ടം രേഖപ്പെടുന്ന ഒരു ഓഹരിയായി മാറിയിരിക്കുന്നത് ബ്രിട്ടാനിയാണ്. ബ്രിട്ടാനിയെ സംബന്ധിച്ച് പാദഫലം നോക്കുമ്പോൾ ലാഭത്തിൽ 20% ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ 3.1% നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. മാർച്ചിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 30% മുകളിലൊരു നേട്ടം നൽകി കഴിഞ്ഞു. ബ്രിട്ടാനിയയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബ്രിട്ടാനിയ വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ്, വളരെ സൈലന്റ് ആയിട്ട് ഉള്ള ഒരു പ്രൈസാണ്.
ബട്ട് കണ്ടിന്യൂസ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി ചാർട്ടിലെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റത്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇമീഡിയറ്റ് നമുക്ക് റെസിസ്റ്റൻസ് സോണിന്റെ അടുത്തേക്ക് അത് വരുന്നുണ്ട്. 6350 അത് ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പോൾ അതിന്റെ അടുത്ത് വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ വരികയും അതിന്റെ അടുത്ത് വരികയും താഴോട്ട് വരികയൊക്കെ ചെയ്യുന്നു. ഇന്നത്തതൊരു എക്സ്ട്രാ മൂവ്മെന്റ്സ് ആയിട്ട് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ അവിടെ വന്നിരുന്നു, അതിനുശേഷം താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു റെസിസ്റ്റൻസ് പോയിന്റ് അപ്രോച്ച് ചെയ്യുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള ഒരു അൺസർട്ടൻസിറ്റി നിലനിൽക്കാനുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. വോളിയം വലുതായിട്ട് ഇന്ന് മാത്രമാണ് സപ്പോർട്ടിങ് വരുന്നത്. അതുകൊണ്ട് ഒന്ന് വാച്ച് ചെയ്തിട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. റെസിസ്റ്റൻസ് പോയിന്റ് 6350 നോക്കുന്നതാണ്. സാറിന് അവസാനമായി ചോദിക്കാനുള്ളത് റെഡിങ്ടൻ്റെ ഒരു വ്യൂ ആണ്. റെഡിങ്ടനെ സംബന്ധിച്ച് മികച്ച റിസൾട്ട് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ലാഭ എക്സ്പ്രഷൻ നോക്കുമ്പോൾ 20% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നെന്തായാലും ഒരു 10% മുകളിലേക്ക് ഒരു കുതിപ്പാണ് റെഡിങ്ടൺ രേഖപ്പെടുത്തുന്നത്. നിലവിൽ 276 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. റെഡിങ്ടണിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഇത് ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ തന്നെ ഇടയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വളരെയധികം ഒരു ജമ്പിങ് പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു സ്റ്റോക്ക് പാറ്റേൺ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ റെഡിങ്ടണിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ മൂവ്മെന്റ്സുകൾ വന്നപ്പോൾ തന്നെ വലിയ വലിയ ക്യാൻഡിൽസ് ആണ്, 20% ഒക്കെ വരുന്ന ഒരു ക്യാൻഡിൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമീഡിയറ്റ്ലി 320 ആണ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. കാരണം കഴിഞ്ഞ ഒരു വലിയ മൂവ്മെന്റ്സ് വന്നിരുന്നു, അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, എഗെയിൻ അടുത്തൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ 1-2 ദിവസം കൂടെയൊക്കെ ഈ മൂവ്മെന്റ്സ് കണ്ടിന്യൂ ഉള്ള സാധ്യതയുണ്ട്. 320 റെസിസ്റ്റൻസ് പോയിന്റ് ഇമീഡിയറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 250 240 ലെവലിലാണ്. കാരണം ഇത് മൂവ്മെന്റ്സ് ഹയർ ആയതുകൊണ്ട് തന്നെ മൂവ്മെന്റ്സിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു ഗ്യാപ്പും ഹൈ ആണ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ഇതൊരു ഇങ്ങനെയുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇതിൽ കാണുന്നത്. ഓരോ ദിവസം മൂവ്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഫെയിലിയർ താഴോട്ട് പോകുമ്പോഴൊക്കെ വലിയ മൂവ്മെന്റ്സ് ആണ് ഇതിൽ കാണുന്നത്.